ഇന്ന് മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആയിട്ടുള്ള മൈക്കിൾ എന്ന മൂവി കണ്ടു. കിഡിലം പടം. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു മൈക്കിൾ ജാക്സൺ ഫാനാണ്. ലൈക്ക് ഞാനൊരു അനിയനൊക്കെ ഇഷ്ടംപോലെ ചെറുപ്പത്തിൽ യൂട്യൂബിൽ മൈക്കിൾ ജാക്സന്റെ ഡാൻസുകൾ, ആളുടെ മൂന്നൊരു കമ്പേഷൻസ്, അതുപോലെ തന്നെ ആളുടെ മൂൺ വാക്ക് ട്രൈ ചെയ്ത് ഫെയിൽ ആവല്, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ തന്നെ ഈ ഒരു പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു പടം വരണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ആ ലെജൻഡിനെ എങ്ങനെ ഇവരിഞ്ഞ് പോർട്രേ ചെയ്യുന്നുള്ളൊരു ക്യൂരിയോസിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഫെയിൽ ആവുമോ, കാരണം ഒന്ന് പാളിക്കഴിഞ്ഞാൽ ആകെ പാളിപ്പോകും. കാരണം ആ ഒരു ലെജൻഡിനെ മീൻസ് വീണ്ടും അതുപോലെ സ്ക്രീനിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടഫാണ്. കാരണം ആള് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും ആളൊരു ഓറ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. ആ സമയത്താണ് ഈ ഒരു ട്രെയിലർ ഇറങ്ങിയത്, ജാഫർ ജാക്സൺ വെച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തോന്നിയ മേ ബി ഇത് സംഭവിക്കാം, ലൈക്ക് ആളെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പുള്ളിക്കാരൻ നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എഫോർട്ട് സ്ക്രീനിൽ കാണാനുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ റിവ്യൂ ലേറ്റ് ആവാനുള്ള കാരണം എന്താ വെച്ചാല്, ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അടുത്തുള്ള തിയേറ്ററിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദൂരെ പോയി കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. മെയിൻ സിറ്റികളിലും അതുപോലെ തന്നെ വളരെയധികം മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ മാത്രമാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ അങ്ങനെയാണ്, ഈ മൊത്തത്തിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ കളക്ഷൻ ഒരു കുറവുമില്ല. കാരണം ആ ലെജൻഡ് അങ്ങനെയാണ്, അത്രയും പോപ്പുലർ ആണ്, ആളുടെ ഇൻഫ്ലുവൻസ് അത്ര ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും വർഷമാണ് മരിച്ച ഇത്ര കൊല്ലമായിട്ട് പോലും ആളുടെ ബയോപിക് എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് കാണാൻ വന്നുള്ളത് അതിന്റെ പ്രൂഫാണ്. ആൻഡ് പല ക്രിട്ടിക്സുകളും ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് നെഗറ്റീവ് പറഞ്ഞിരുന്നു. അപ്പോഴും എനിക്ക് നെഗറ്റീവ് അടിച്ചു, മേ ബി അത് അത്ര എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന്. റോട്ടൻ ടൊമാറ്റോസ് ഒക്കെ 26% ആയിരുന്നു റിലീസിന് മുമ്പ് ഉണ്ടായിരുന്ന റേറ്റിംഗ്. ആൻഡ് ജനങ്ങൾ പിന്നെ ഇത് റേറ്റ് ചെയ്ത് 26% ആക്കി. മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ പല റിവ്യൂവേഴ്സ് ഞാൻ കണ്ടു നെഗറ്റീവ് പറഞ്ഞത്, അവർക്ക് മാസ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒപ്പീനിയൻ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ പോലും അവർ എക്സ്പെക്ട് ചെയ്ത മാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി എന്റെ കുഴപ്പമായിരിക്കും, അവർ ഉദ്ദേശിച്ച മാസം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇതിന് വേണ്ട പഞ്ച് ഈ പടത്തിലുണ്ടായിരുന്നു. പിന്നെ ബയോപിക്കില് പഞ്ച് കാണിക്കാനും മാസ് കാണിക്കാനും ലിമിറ്റ് വേണം. അങ്ങനെ ഒരാളെ ലൈഫാണ്, നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. നമ്മളല്ല, ഒരാളെ ലൈഫ് എടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോ ആ ലിമിറ്റേഷൻ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട പഞ്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആസ് എ മൈക്കിൾ ജാക്സൺ ഫാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും പോയി കണ്ടു നോക്കാൻ ഞാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ആളെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആളെ പാട്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മൂന്നൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സീനുകൾ ഇതിലുണ്ട്. ലൈക്ക് നമുക്ക് മെമ്മറീസ് നൊസ്റ്റാൾജിയും ഇഷ്ടംപോലെ കൊണ്ടുത്തരും. ഈ ഒരു നമ്മൾ അറ്റ്ലീസ്റ്റ് മൂന്ന് ട്രൈ ചെയ്ത് ഫെയിൽ ആയ ആളാണെങ്കിൽ പോയി കണ്ടു നോക്കാൻ ഇഷ്ടപ്പെടും. ഡയറക്ടറിലോട്ട് വരാനാണെങ്കിൽ ആൻഡ്രോയിഡ് ഫുക്ക് വേണ്ടി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആളുടെ ഈക്വലൈസറും അതുപോലെ തന്നെ ട്രെയിനിന്റെയും കണ്ടാൽ മതി ആൾക്ക് ആളെന്താണ് ഈ ഇൻഡസ്ട്രിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് മനസ്സിലാവാന്. ആളുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് മ്യൂസിക് വീഡിയോസ് കുറെ എടുത്തിട്ടുണ്ട്. മോർ ദാൻ 60 മ്യൂസിക് വീഡിയോസ് ആൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ, ലൈക്ക് ഒരു മ്യൂസിക് വഴിയാണ് ഇതിന്റെ സ്റ്റോറി മൊത്തം പറഞ്ഞു പോകുന്നത്. ലൈക്ക് മൈക്കിൾ ജാക്സന്റെ ആൽബംസും കഥയും കൂടി ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിട്ട് അതിൽ തന്നെ കഥ പറഞ്ഞു കൊണ്ട് രീതിക്കാണ് പോയിട്ടുള്ളത്. സോ ഒരു മ്യൂസിക് വീഡിയോ എടുക്കാൻ അറിയുന്ന ആളുടെ അറിവ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മൂവിയും അപ്പൊ രണ്ടും ഇയാൾക്കുണ്ട്. മൂവിയിൽ ആൾ പൊളിയാണ്, മ്യൂസിക് വീഡിയോ എടുക്കാൻ അടിപൊളിയാണ്. സോ ആ രണ്ട് കഴിവ് ഇതിൽ പ്രോമിനന്റ് നമുക്ക് കാണാം. ഡാൻസ് സൂപ്പർബായിരുന്നു. ഇതിങ്ങനെ ഡയറക്ട് ചെയ്താലേ പറ്റുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് മേലേക്കൊന്നും ചെയ്യാനില്ല എന്ന തോന്നൽ നമുക്ക് വരും. ആൻഡ് നെക്സ്റ്റ് എഴുത്തുകാരനോട്ട് വരാം. ജോൺ ലോഗനാണ് എഴുതിയിട്ടുള്ളത്. ബയോപിക് ആകുമ്പോൾ സ്റ്റോറി അവിടെ ഉണ്ട്, അതൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു സിനിമാറ്റിക് ടച്ചിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇയാളുടെ മെയിൻ ടാസ്ക്. ആൻഡ് ആളാണ് ഈ പറഞ്ഞ സ്പെക്ടർ, ഗ്ലാഡിയേറ്ററിന് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇറാങ്കോ, ഡേവിയേറ്ററൊക്കെ എഴുതിയിട്ടുള്ളതും പുള്ളിക്കാരനാണ്. സോ ഇതില് ആ ഒരു സിനിമാറ്റിക് ആയിട്ട് ബയോപിക് മാറ്റാൻ ആൾക്ക് സാധിച്ചിട്ടുണ്ട്. വേണ്ടോടത്ത് പഞ്ച് ഇമോഷനൊക്കെ കണക്ട് ആക്കാനും പറ്റിയിട്ടുണ്ട്. ആ നൊസ്റ്റാൾജിക് ഫീൽ തരാന് എനിക്ക് തന്നിട്ടുണ്ട്, എന്റെ കൂടെ വന്നവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം ആൾക്കാർക്ക് അത് കണക്ട് ആവുന്ന അറിയില്ല. റൈറ്റിംഗിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ആകെ അതിൽ അറിയാവുന്ന ഒരു കാസ്റ്റ് പറയുന്നത് മൈൽസ് ടെല്ലറിനെയാണ്. അവരതിൽ ജോൺ ബ്രാങ്കോ എന്ന് പറഞ്ഞ റോൾ ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് എടുത്തു പറയേണ്ടത്, ലൈക്ക് പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഇനി ആകെ എനിക്ക് പറയാനുള്ളത് രണ്ടാളുടെ പേരാണ്. ഒന്ന് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ചെറുപ്പം ചെയ്തിട്ടുള്ള ജൂലിയാന വാൽഡി എന്ന് പറഞ്ഞ ചെറുക്കൻ. അടിപൊളിയായിരുന്നു. വെച്ചാൽ ചെറുപ്പം സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആളുടെ ആ ഒരു മാനറിസം, ചെറുപ്പത്തിലുള്ള മൈക്കിൾ ജാക്സന്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഭയങ്കര ക്യൂട്ടും കുട്ടിത്തം നിറഞ്ഞതും ഭയങ്കര മൂവിങ് ആണ്. എപ്പോഴും പാട്ട് പാടുമ്പോൾ ഭയങ്കര മൊമെന്റ് ഒക്കെ ഇട്ടിട്ടാ പാടുക. ആ കുട്ടി അത് അത്യാവശ്യം നല്ലോണം റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. തുടക്കത്തിൽ കുട്ടിയായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഇരുത്തി കാണാം. ഈ കുട്ടിയുടെ പെർഫോമൻസ് തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയണത് വൺ ആൻഡ് ഓൺലി ജാഫർ ജാക്സൺ. ആളുടെ അങ്കിളിനെ ആളിങ്ങനെ
പൊസസ് ചെയ്ത പോലെ തോന്നി മൈക്കിൾ ജാക്സനെ. പല സീനുകളും ഇപ്പൊ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മൊമെന്റില് മൈക്കിൾ ജാക്സൺ പൊസസ് ചെയ്തു എന്നൊക്കെ തോന്നിയെന്ന്. അതേപോലെ തന്നെ നമ്മളവിടെ ജാഫർ ജാക്സനെ മറന്നുപോയി. ഇപ്പൊ പലപ്പോഴും ഞാൻ ഇപ്പൊ ഇതിൽ കാണുമ്പോൾ റീൽസിൽ മൊത്തം എന്താ പറയുന്നത്, കൂടുതലും മൈക്കിൾ ജാക്സനെ കുറിച്ചാണ്. കാരണം ജാഫർ ജാക്സനെ പറയാൻ മറന്നു പോകും. പലരും മൈക്കിൾ ജാക്സനെയാണ് അവിടെ കണ്ടത്. ഞാൻ അങ്ങനത്തെ മൈക്കിൾ ജാക്സനെ കണ്ടിട്ടുള്ളൂ. ജാഫർ ജാക്സൺ ഇത് ചെയ്യണമെന്നുള്ള ഒരു ഓർമ്മ പല സീനുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ലൈക്ക് മൈക്കിൾ ജാക്സൺ നോസിന് സർജറി ചെയ്യുന്നതിന് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് വേറെ ആളാണെന്നുള്ള തോന്നൽ വരികയും പോലും പിന്നെ 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 അതിങ്ങനെ വിട്ടുപോകും. നമ്മളത് മറന്ന് നമ്മൾ ഇമേഴ്സ് ആയി പോകും ആ സിനിമയിലോട്ട്. ആൻഡ് ആൾ 2 വർഷം എടുത്തിട്ട് ഇതിന് പിന്നാലെയായിരുന്നു പറഞ്ഞത്. ആളുടെ അങ്കിളുടെ മാനറിസം പഠിക്കാനും അതുപോലെ തന്നെ അതിന്റെ നോട്ട്സും കാര്യങ്ങളും ആളുടെ നോട്ട്സിലൂടെയും ആളുടെ വർക്ക്സിലൂടെ ഒക്കെ കുറെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ എഫേർട്ട് ഒരാളെ മിമിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം ടഫാണ്. എസ്പെഷ്യലി മൈക്കിൾ ജാക്സന്റെ ഡാൻസിങ് മിമിക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അത് ആള് അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തെന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഒരു മൈക്കിൾ ജാക്സൺ വളർന്നു വന്ന് ജാക്സൺ 5 മാറി ഒരു സോളോ ആൽബംസ് ചെയ്ത് തുടങ്ങുന്നത് വരെ ഉള്ള ആ ഒരു ജേണിയാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ പല സീനുകളും കോൺട്രവേഴ്സി കാരണം റീഷെഡ്യൂൾ ചെയ്ത് റീഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ലോസ് ബഡ്ജറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഇനിയും ഇതിന്റെ കഥകളുടെ കണ്ടിന്യൂഷൻ കാണുന്നുണ്ട്. ഇപ്പോ ഈ മെഡിറ്റേഷൻ ഉണ്ടായിരുന്ന പെപ്സി കൊമേഴ്ഷ്യൽ ആ ഒരു ആക്സിഡന്റ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സിനിമ കാണുമ്പോൾ അറിഞ്ഞത്. അതുപോലെ ആളുടെ ഫാദർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ പുള്ളിക്കാരുടെ പാട്ടുകൾ കേൾക്കുക, ആള് കുറെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാന്നല്ലാണ്ട് കൂടുതൽ സ്റ്റോറികൾ നമുക്ക് അറിയില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഈ എപ്സ്റ്റൈൻ ഫയൽസിലൊക്കെയാണ് പിന്നെ കുറെ കോൺട്രവേഴ്സീസ് വന്നത്. ആൻഡ് ഇനിയുള്ള പുള്ളിക്കാരുടെ സ്റ്റോറിയിൽ കോൺട്രവേഴ്സികൾ ഘോഷയാത്ര തന്നെ ഉണ്ട്. ഇപ്പൊ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് അത് ഇനി എങ്ങനെ ഇവിടെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം കോൺട്രവേഴ്സീസ് ഇനി ഉണ്ട്. ആൻഡ് അത് പ്രട്ടി ടഫാണ് എനിക്ക് ഷൂട്ട് ചെയ്ത് അത് ഇറക്കാന്ന് പറഞ്ഞത്. കാരണം ഈ കോൺട്രവേഴ്സി ഇടയിൽ കൂടെ അത് ഇറക്കണം. എത്രത്തോളം ഇവരതില് 100% അതിലെ ഫാക്ട്സുകൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഫാക്ട്സുകൾ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇനിയും ഈ സിനിമ കാണണം. പലരും ഇതിന്റെ ക്ലൈമാക്സിൽ കുഴപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലൈമാക്സ് എൻഡ് ചെയ്ത പ്രോപ്പർ ആയിട്ടില്ല, പലരും കംപ്ലീറ്റ് ആയിട്ടില്ല ഫീൽ ഉണ്ടായിരുന്നു. അത് എനിക്കും നിലവിൽ വന്നിരുന്നു. കാരണം എന്ന് വെച്ചാല് നമ്മൾ ഇനിയും പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ലൈക്ക് ഇനിയും ഇതിന്റെ കഥ മുന്നോട്ട് പോകണം, നീണ്ടു പോകണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് ആണ് അത് മീറ്റ് ചെയ്യാതിരിക്കാൻ കാരണം എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആ എൻഡിങ് ഓക്കെ ആയിരുന്നു, എനിക്ക് ഓക്കെയാണ്. കാരണം ആള് റൈസിങ് ആസ് മൈക്കിൾ ജാക്സൺ എന്നുള്ള സാധനമായിട്ട് കാണിച്ചത് പ്രോപ്പർ ആയിട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇനിയും കാണണം, ആളുടെ ഇനിയും പഞ്ചുവാണെന്നുള്ള ഫീൽ കൊണ്ടാണ് ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ വരുന്നത്. അത് ഇനിയും സ്റ്റോറി കാണാനുള്ള പൂതി കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെക്സ്റ്റ് സിനിമ വരുമ്പോൾ ശരിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. വരണം, ഇനിയും പാട്ട് വരണം, ആളുടെ സ്റ്റോറി എനിക്ക് ഇനിയും വരാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ഞാൻ എത്ര ലേറ്റ് ആയിട്ട് ഇടാൻ കാരണം ഞാൻ പറഞ്ഞില്ല, ഈ റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്റെ റിവ്യൂ ഇപ്പൊ അത്രയും ജനങ്ങൾക്ക് എത്തുന്നുള്ള വിശ്വാസം കൊണ്ടൊന്നല്ല. പക്ഷെ കാണുന്നവരാണെങ്കിൽ ഒരു 10 പേര് കണ്ടാൽ പോലും ഇത് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇത് കണ്ടിരിക്കണം. നിങ്ങൾ ഇത് OTT വരാൻ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഞാൻ പറയുള്ളൂ. ഇതൊരു ഞാൻ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഫാൻസിന് ഒരു ഫെസ്റ്റിവലാണ്. അല്ലാത്തവർ ഞാൻ അറിയുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയാൾ അറിയുന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. നമുക്കൊന്നും അവളുടെ കൺസേർട്ടിലൊന്നും പോകാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ അതിലെ ഒരു പകുതിന്റെ പകുതി എക്സ്പീരിയൻസ് ചെയ്തൊന്ന് കിട്ടും. അതുപോലും അടിപൊളിയാണ്. അതെന്താണ് അയാളെ ലെവലൊന്ന് മനസ്സിലാവാനെങ്കിലും പോയി നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അത് കണ്ടിട്ടുള്ള ആൾക്കാർ പോയി കാണട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.